ഹായ് ഗൈസ്, നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ കറിയാണ്. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ മട്ടൻ വാങ്ങിച്ചിട്ടുണ്ട്. ഈ മട്ടൻ്റെ കഷ്ണങ്ങളെല്ലാം തന്നെ വളരെ വലുതായതുകൊണ്ട് നമ്മളത് ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മട്ടൻ നല്ലപോലെ വൃത്തിയായി കഴുകിയെടുക്കാം. ഈ കഴുകിയെടുത്തതിന് ശേഷം നമ്മളിത് കുക്കറിലേക്ക് മാറ്റി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, കുരുമുളക് പൊടി, അതേപോലെ തന്നെ ഗരം മസാല ഇട്ട് കൊടുത്തു. പിന്നെ അതിന് ശേഷം നമ്മളിതിലേക്ക് ഈ വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ വേപ്പിലയും അതേപോലെ തന്നെ 2 മുളകും കീറിയിടുന്നുണ്ട്. ഇനി നമുക്ക് ഈ കുക്കർ അടുപ്പിൽ വെച്ച് വേവിക്കാം. ഒരു 6 വിസിൽ കേൾക്കുന്നതുവരെ നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള റെഡിയാക്കാം. ഞാനിവിടെ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കുക്കറിലേക്കിട്ട് ഒരു 2 വിസിൽ കേൾക്കുന്നത് വരെ നമ്മളൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അത് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ചട്ടിയെടുത്ത് അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു. കരിവേപ്പിലയും ഇട്ടതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സവാള എടുത്ത് അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നമ്മൾ നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ സവാള ഒരു ബ്രൗൺ കളറാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയും ഉള്ളിയും നല്ലപോലെ വഴന്ന് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറിക്കിട്ടണം. അതിനായിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് ഇഞ്ചി പേസ്റ്റും അതേപോലെ തന്നെ വെളുത്തുള്ളി പേസ്റ്റും ചേർക്കുന്നുണ്ട്. എന്നിട്ടും ഇത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറിക്കിട്ടണം. എന്നിട്ട് നമുക്കിതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ നമുക്കിതിലേക്ക് എടുത്തിടാം. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മട്ടൻ്റെ വെള്ളം ഒന്ന് പറ്റുന്നത് വരെ വേവിച്ചെടുക്കാം. ഞാനിവിടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ മട്ടൻ കറി ഇവിടെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്.